അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ദിവസം മാധ്യമ പത്രത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിലൂടെ ഞാൻ പോകുമ്പോൾ പരിചയക്കാരായ മാധ്യമത്തിലെ ജീവനക്കാർ തന്നെ ഞങ്ങൾക്കും ജീവിക്കണം, ശമ്പളം തരൂ എന്ന് പറയുന്ന ഒരു ബാനറുമായി അവിടെ നിന്ന് അവർ മുദ്രാവാക്യം വിളിക്കുകയോ മറ്റോ ചെയ്യുകയാണ്. അത് മാത്രമല്ല, ഈ അടുത്തയിടെയായി മാധ്യമം പത്രത്തിൽ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കുറിപ്പുകളും ചില യൂട്യൂബ് വീഡിയോകളും ഒക്കെ തന്നെ കാണാൻ ഇടയായി. ഇവിടെ മാധ്യമത്തിലെ ജീവനക്കാരോട് പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട്. അതായത് മറ്റു പത്രങ്ങളിലെ ജീവനക്കാരെ പോലെയല്ല നിങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PK ഹാഷിം ഹാജി എപ്പോഴും പറയാറുള്ള ഒരു ആപ്തവാക്യമുണ്ട്. അതായത് മനുഷ്യർ രണ്ട് തരക്കാരാണ്. ഒന്ന് പ്രസ്ഥാനത്തിലുള്ളത് കൊണ്ട് മാധ്യമത്തിൽ ജോലി കിട്ടിയവർ, മറ്റൊന്ന് മാധ്യമത്തിൽ ജോലി ഉള്ളത് കൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായവർ. ഇതാണ് ഹാഷിം ഹാജിയുടെ വളരെ പ്രശസ്തമായ ഒരു വർഗീകരണം എന്ന് പറയുന്നത്. ആ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. അതായത് മാധ്യമത്തിൽ ആർക്കെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കേവലം അങ്ങനെ പ്രതിഭയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷണലിലുള്ള മികവ് മാത്രം നോക്കി അല്ല എടുത്തിട്ടുള്ളത്. അയാൾ ഒന്നിരിക്കൽ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരിക്കും, അല്ലെങ്കിൽ പ്രസ്ഥാന പ്രവർത്തകരാരെങ്കിലും ശുപാർശ ചെയ്തവരായിരിക്കും. ഇനി അന്യ സമുദായക്കാരാണെങ്കിൽ കൂടി അതാത് പ്രദേശത്തെ പ്രസ്ഥാന പ്രവർത്തകര് പരിചയപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെയും ഭക്തിയുടെയും മാർഗത്തിൽ പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന ഒരു സുമനസ്സിന്റെ ഉടമയാണ് ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അവന്റെ കുടുംബം എന്നുള്ള പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും മാധ്യമത്തിൽ ജീവനക്കാരായിട്ടുള്ളത്. അപ്പൊ അത് അവർ മനസ്സിലാക്കിയിരിക്കേണ്ട, ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, മാധ്യമം പത്രത്തിൽ ശമ്പളം ഇപ്പോൾ അവർക്ക് കൃത്യമായി തരുന്നില്ലെങ്കിൽ അത് പൈസ ഉണ്ടായിട്ടും തരാതിരിക്കുന്നതല്ല, മറിച്ച് എല്ലാ അച്ചടി മാധ്യമങ്ങൾക്കും വന്നിട്ടുള്ള വലിയ ഒരു പ്രതിസന്ധി, അത് ഏറ്റവും ശക്തമായ തീവ്രമായ രൂപത്തിൽ മാധ്യമത്തെ ബാധിച്ചിരിക്കുന്നു. കാരണം പരസ്യങ്ങൾ സ്വീകരിക്കുന്നതിൽ, പത്രം നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിലൊക്കെ കർശനമായ ചില നൈതിക മൂല്യങ്ങൾ, ചില ധാർമ്മികതകൾ ഒക്കെ പാലിക്കുന്ന ഒരു സ്ഥാപനമാണ് മാധ്യമം പത്രം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് മാധ്യമത്തിന് ഒരു നിർഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്ഷാമത്തിന്റെ അല്ലെങ്കിൽ മാധ്യമത്തിന് സമൃദ്ധിയുടേതല്ലാത്ത ഒരു കാലം വന്നാൽ അവിടെ അല്പം കുറച്ച് മുറുക്കി ഉടുക്കാനുള്ള ഒരു കടമ ജീവനക്കാരിലുമുണ്ട്. അവരെ നിർണായക ഘട്ടത്തിൽ അവര് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു സംരംഭം വിട്ട് പോയത് ശരിയല്ലല്ലോ. ഇനി 1, 2, 3, 4, 5 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിലും അവരവിടെ പിടിച്ചു നിൽക്കേണ്ടവരാണല്ലോ. എപ്പോഴും നമ്മുടെ പ്രതിബദ്ധത നമ്മൾ തെളിയിക്കേണ്ടത് നമുക്ക് അന്നം തരുന്ന ആളുകൾക്ക് പ്രതിസന്ധി വരുമ്പോഴാണ്. അല്ലാണ്ട് സുഭിക്ഷതയുടെ കാലത്ത് ഇക്ക, ചേട്ട, ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഒലിപ്പിച്ച് എല്ലാവരും കൂടെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ത്യാഗം സഹിച്ച് കൂടെ നിൽക്കാത്തവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്താണോ, ജീവനക്കാരനാണോ? അപ്പം അത് ശരിയല്ലല്ലോ. നമ്മൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കപ്പുറം, പൈസയ്ക്കപ്പുറം കുറേ മൂല്യങ്ങളെ കാമിക്കുന്ന ആളുകളാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ പാട്ട് പാടേണ്ട വരില്ല, ബന്ധു ആര് ശത്രു ആര് എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് അരാജകമായ ഒരു മനസ്സോടെ കൂടെ നടക്കുക എന്നുള്ളതല്ലാതെ വല്ല കാര്യമുണ്ടോ? ഏതായാലും അത് ശരിയായില്ല. അവരാ രാജിവെച്ചത് ശരിയായില്ല.
അവരാ പ്രതിസന്ധി ഘട്ടത്തിലും വയറ് മുറുക്കി കൊടുത്ത് അവിടെ നിൽക്കണമായിരുന്നു. ഞങ്ങളെ മൈലാക്കന്മാരൊക്കെ അങ്ങനല്ലേ. ഇപ്പം പള്ളിയിൽ നിന്ന് ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം തരാനുള്ള കഴിവ് ഇമാമിന്, മുഅല്ലിമീങ്ങൾക്ക്, മുക്രയ്ക്ക് ശമ്പളം തരാനുള്ള കഴിവ് മഹല്ലുകാർക്ക് ഇല്ലെങ്കിൽ, കമ്മിറ്റിക്കാർക്ക് ഇല്ലെങ്കിൽ പട്ടിണി കിടന്നാണെങ്കിലും ഞങ്ങൾ അവിടെ പിള്ളേരെ പഠിപ്പിക്കും, ഇമാമത്ത് നിൽക്കും, ഖുതുബ നടത്തും, ബാങ്ക് വിളിക്കും. അതല്ലേ ശരിയായ മാതൃക എന്ന് പറയണത്. ഇത് ശമ്പളം തരാൻ കഴിവില്ല എന്ന് കണ്ടപ്പോൾ രാജിവെച്ച് അവരോട് ഗർവിച്ചുകൊണ്ട് പോവുകയാണ്. ശരിയല്ല. ഇപ്പൊ ഇറാനിൽ സമരം നടന്നു, അല്ലെങ്കിൽ ഇറാനിൽ ഇപ്പോഴും പ്രക്ഷോഭം നടക്കുന്നു. അവിടുത്തെ മൂല്യശോഷണം, നാണയത്തിന്റെ മൂല്യശോഷണം കാരണം, അല്ലെങ്കിൽ അവിടുത്തെ വിലക്കയറ്റം കാരണം പൊറുതിമുട്ടിയ ജനങ്ങൾ, ഞങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം, ഞങ്ങളുടെ ഭക്ഷണം, വസ്ത്രം, ചികിത്സ പോലെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന് ജാഗ്രതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൗരന്മാര് സമരത്തിനിറങ്ങുന്നു. ആ സമരം ന്യായമാണ്, മാധ്യമ ജീവനക്കാരുടെ സമരം പോലെ തന്നെ ന്യായമാണ്. പക്ഷെ ഇറാൻ ജനത അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. 1979 വിപ്ലവത്തിന്റെ ആചാര്യനായ ആയത്തുള്ള ഖുമൈനി, അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചാണ് അവിടെ വിപ്ലവം വിജയിപ്പിച്ചത്. ആ വിപ്ലവത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അവര് നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ പട്ടിണി കിടന്നും ത്യാഗം സഹിച്ചും കഷ്ടപ്പാടുകൾ സഹിച്ചും പ്രാതികൂല്യത്തിൻ്റെതായ ഈ കരാളമായ കാലഘട്ടത്തിലും നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ബാധ്യത ഇറാൻ ജനതയ്ക്കുണ്ട് എന്നുള്ളതാണല്ലോ നമുക്ക് പറയാനുള്ളത്. ഇതുപോലെ തന്നെ മാധ്യമം പത്രത്തിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ മാധ്യമം പത്രത്തിലെ ജീവനക്കാർ അവര് മറ്റ് സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ അതേ നിലവാരത്തിലേക്ക് വന്നുകൊണ്ട് മാനേജ്മെന്റിന് സമരം ചെയ്യേണ്ടവരല്ല. കാരണം മാധ്യമത്തിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ധാർമ്മികതയുള്ളവരും നൈതിക ബോധമുള്ളവരും ഹക്കും ബാത്തിലും ഉള്ളവരും ഒക്കെ തന്നെയാണ്. ഉള്ള കാലത്ത് വളരെ നിർലോഭമായിട്ട് അവർ വാരിക്കോരി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാധ്യമം കൊച്ചി എഡിഷൻ തുടങ്ങിയ കാലം എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ PK ഹാഷിം ഹാജിയെ വിളിച്ചു പറയും. പിന്നെ ഹാഷിം ഹാജി മാർക്കറ്റിൽ ഇറങ്ങി അവിടെ IPL ഇബ്രാഹിം ഹാജി, അതുപോലെ അച്ചൂക്ക എന്ന VAM അഷറഫ് സാഹിബ്, അതുപോലെ കൊളംബോ കാസിം ഹാജി, ഇവരെയൊക്കെ കണ്ട് ആവശ്യമായ പണം സമാഹരിച്ച് കൊണ്ടുവന്ന് ജീവനക്കാരുടെ ശമ്പളം ആണെങ്കിൽ ജീവനക്കാരുടെ ശമ്പളം, അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റിന് കൊടുക്കേണ്ട വിലയാണെങ്കിൽ അതങ്ങനെ അതെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചിരുന്നു. പക്ഷെ എല്ലാ കാലഘട്ടത്തിലും അത് നടന്നുകൊള്ളുന്നില്ല. എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ സംരംഭങ്ങൾക്കും ഉയർച്ചയുടെയും താഴ്ചയുടെയും ഒക്കെയായി ക്ഷേമത്തിന്റെയും ക്ഷാമത്തിന്റെയുമായ ഒക്കെ ദിനങ്ങൾ വരും. അപ്പൊ മാധ്യമ ജീവനക്കാർ അത് ഞങ്ങൾ മുസ്ലിയാക്കന്മാരെ കണ്ടുപഠിക്കണം. ഞങ്ങൾ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ശമ്പളത്തിനാണ് പള്ളികളിൽ ഇമാമ് നിൽക്കുന്നത്, ഖുത്ബ ഓതുന്നത്, മദ്രസയിൽ പഠിപ്പിക്കുന്നത്, ബാങ്ക് വിളിക്കുന്നതൊക്കെ. പക്ഷെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇമാമ് നിൽക്കും, ഫ്രീ ആയിട്ട് ഖുത്ബ നടത്തി കൊടുക്കും, ഫ്രീ ആയിട്ട് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കും. അത് ഞങ്ങൾക്ക് ശമ്പളം തരുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ, ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിയാനോ ഏതെങ്കിലും ഒരു മുക്രിയോ എവിടെയെങ്കിലും പള്ളിക്ക് മുമ്പിൽ ബാനർ പിടിച്ചുകൊണ്ട് നിന്ന് മുദ്രാവാക്യം വിളിച്ചത്, അല്ലെങ്കിൽ ബാനർ പിടിക്കാതെ മുദ്രാവാക്യം വിളിച്ചത്, ജാഥ നടത്തിയത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? അപ്പൊ അതുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാരുടെ, മഹല്ല് നിവാസികളുടെ, നാട്ടുകാരുടെ ആ പ്രയാസത്തിന്റെ കാലഘട്ടത്തിൽ, ക്ഷാമത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ മുസ്ലിയാക്കന്മാർ എപ്രകാരമാണോ ത്യാഗം സഹിക്കുന്നത് അതിനേക്കാൾ ഉപരിയായ ഒരു സഹകരണം മാനേജ്മെന്റിനോട് പ്രകടിപ്പിക്കാൻ കടമപ്പെട്ടവരാണ് മാധ്യമത്തിലെ ജീവനക്കാർ. നിങ്ങൾ ഇങ്ങനെ ഒരു തുടക്കം കുറിച്ചിട്ടാല് സിറാജിൽ ഉടനെ സമരം തുടങ്ങും, അതുപോലെ വർത്തമാനം പത്രത്തിൽ സമരം തുടങ്ങും. വർത്തമാന പത്രത്തിൽ സമരം വേണ്ടി വരുമെന്ന് തോന്നണില്ല. പിന്നെ സുപ്രഭാതം പത്രം, ഈ പത്രങ്ങൾ ആരെങ്കിലും ഒരു ജീവനെ ഹനിച്ചാൽ മാനവരാശിയെ മുഴുവൻ ഹനിച്ചതുപോലെയാണ്. ഒരു ജീവനെ, ഒരാളെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതുപോലെയാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഇത് മാധ്യമത്തിലെ ജീവനക്കാർ, തൊഴിലാളികൾ ചരിത്രവുമായി മുഖാമുഖം കാണുന്ന ഒരു നിർണായകമായ ഒരു ഘട്ടമാണിത്.
അതുകൊണ്ട് കുറച്ച് ത്യാഗം സഹിച്ചാണെങ്കിലും ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായ, ഫാസിസത്തിനെതിരെയുള്ള നാവായ, സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സമാധാനപരമായ പോരാട്ടത്തിന്റെ ഏക വജ്രായുധമായ ഈ മാധ്യമം പത്രം നിലനിൽക്കേണ്ടതുണ്ട്, നിലനിർത്തേണ്ടതുണ്ട്. അതിന് സഹായകമായ നിലപാട് പ്രിയപ്പെട്ട മാധ്യമ ജീവനക്കാരിൽ നിന്നുണ്ടാകണം. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഞങ്ങൾ മുസ്ലിയാക്കന്മാർ ത്യാഗം സഹിക്കും പോലെ നിങ്ങളും കുറച്ചൊക്കെ ത്യാഗം സഹിച്ച് അതിനെ നിലനിർത്താൻ വേണ്ടി മഹാ മികയ മുന്നോട്ട് വരണമെന്നാണ് ഈ വൈകിയ വേളയിൽ പറയാറുള്ളത്.